റോഡിന്റെ രണ്ട് സൈഡിലും ഉണ്ടല്ലോ പുളിമരങ്ങളാ നിറയെ. കാണുന്നുണ്ടോ നിങ്ങള്? ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ അന്നപൂർണയിലെ ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം കോയമ്പത്തൂരിൽ നിന്നും സത്യമംഗലം വഴി മൈസൂറിലേക്കുള്ള യാത്രയിലുണ്ട്. യാത്രയിലെ കാഴ്ചകളും വിശേഷങ്ങളുമായി പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യാത്രക്കിടയിൽ കരിമ്പിൻ ജ്യൂസ് അടിക്കുന്ന ഒരണ്ണാച്ചിയെ കണ്ടു. അപ്പോൾ ഞങ്ങളുടെ വണ്ടി നിർത്തി ഇനി ഒരു കരിമ്പിൻ ജ്യൂസ് കഴിച്ചിട്ട് നമ്മൾ യാത്ര തുടങ്ങി. संडे इधर मार्केट होता है. टेम्पल है ना. ഇത് അടിപൊളി ക്വാളിറ്റി ഉണ്ട് ഈ S4K. ആണോ? നിറയെ വാഴത്തോട്ടങ്ങളൊക്കെ ഉണ്ട് അവിടെ. വണ്ടി നിർത്തണോ? വണ്ടി നിർത്തിയാണെങ്കിൽ മുഖം കഴിക്കാം. एक ही आदमी है 10 जगह में ऐसा लैंड परचेस करके पसंद करके रखे हैं. ये सब रिसोर्ट बनाने के लिए आएगा. ऐसा स्ट्राइट जगह है. और इधर प्रत्येक लैंडस्केप ആണല്ലോ. थोड़ा हिल स्टेशन है. अच्छा. ആഫ്രിക്കയിലെ സവന പോലത്തെ ഒരു ലാൻഡ്സ്കേപ്പിലൂടെയാണ് ഞങ്ങളുടെ യാത്ര. നല്ല സ്ട്രെയിറ്റ് റോഡ്, നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
സതീശാല സ്ഥലമുണ്ട് ഇവിടെ. देखिए ये प्रॉपर्टी सेम कोई लेके ऐसा कंपाउंड करके रखा है. पूरे रिसोर्ट है जो बड़ा बड़ा बिजनेस लोग है ऐसा पूरा रिसोर्ट के लिए अच्छा जगह है. एक नहीं ऐसे 10 प्रॉपर्टी परचेस किया, कंपाउंड लगाया, ऐसा एक पेंट लगाया. 10 एरिया में है. ആ ഒരു ആഫ്രിക്കൻ റൂട്ടിലെ പോണായിരുന്നു അല്ലേ? ഫോറസ്റ്റ് ആണിത്. मालूम नहीं मेरे को भी. അത് തന്നെ. वो डैम के सामने से जाएगा शायद. 146 146. ബന്നാരി അമ്മൻ ടെമ്പിൾ ഉണ്ട്. अच्छा आगे उधर जाने से ഭവാനി ശങ്കർ ഡാം തലവടി. मैसूर 146. हाँ वेंकटेश आगे जाने से सत्यमंगल. आगे ആ दे इंडियയുടെ ഇത് ഭരണി ഭരണിയല്ല ആ അവർ അശോക സ്തൂപം ബന്നരി നല്ല എഴുതുന്നുണ്ട്. ബണ്ണാരി. What is the car? അത് ലെഫ്റ്റാ. Car stereo code. ಒಂದು ವಾಂಗಿನ ಪರ್ಲ ಮೂರು ವಾಂಗಿನ ಅದಕ್ಕೆ ഇത് എന്നാ പ്രൈസ്? ಸರ್ 4 ಪೀಸ್ ಬೋನ್ 4 പീസാ. ಬುಳ್ಳು ಮೂರು ಬುಳ್ಳು ಲಕ್ಕಲ್ಲ ഇത് 50 ಅಲ್ಲ? ಅದ 50. ಹಾಂ ಹೇಳ 10 ಹೋದ್ರೆ ಕಮ್ಮಿ ಕೊಡುತ್ತೆ ಸರ್. ಎವಡಾವು 100 ರೂಪಾಯಿ ಕೊಡುತ್ತೆ. 100 ರೂಪಾಯಿ ಕೊಡುತ್ತೆ. 3 ಮೀಟರ್ ಪೂರ ಕೊಡುತ್ತೆ. 200 ಕೊಡುತ್ತೆ ಸರ್. ಅದಕ್ಕೆ ನಿಂದ ಏನದು? ಸರ್ ಬೇಡ ಬೇಡ ಜಸ್ಟ್ ಸೂಪರ್ ಆಗುತ್ತೆ. ಬೇಡ ಬೇಡ. ಒಂದು ಸಟ್ ಬರೋ ಸೂಪರ್ ಆಗುತ್ತೆ. ಇದೇನು ಮೀನು ಚಿಲ್ಲಿ ಸರ್. ಚಿಲ್ಲಿಯಾ? ಇದು ಕೊಕ್ಕು ಮೀನು. ಕೊಕ್ಕು ಮೀನು ಒಳ್ಳೆ ಡ್ಯಾಮ್ ಮೀನು. ಆಮಾಂ ಸರ್. ಇದು ಇದೆಲ್ಲ ಡ್ಯಾಮ್ ಮೀನು ಸರ್. ಫುಲ್ಲಾಗಿ ಡ್ಯಾಮ್ ಮೀನು ಸರ್. ಓಕೆ. ഈ സ്ട്രീറ്റിൽ നിറയെ ഇത്തരം മീൻ കടകൾ ധാരാളമായി ഞങ്ങൾ കണ്ടു. ഇവിടെ അടുത്തുള്ള ഡാമിൽ നിന്ന് പിടിക്കുന്ന മീനാണ് ഇവരിവിടെ ഫ്രഷായിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കുന്നത്. നിറയെ ഷോപ്പുകളുണ്ട് ഇവിടെ. പല ഷോപ്പിലും പല വിലകളൊക്കെയാണ്. ഇവിടെ 4 പീസിന് 100 രൂപയാണ് എടുത്തത്. തൊട്ടടുത്തുള്ള ഷോപ്പിലൊരു ബോർഡ് ഞങ്ങൾ കണ്ടു 10 പീസിന് 100 രൂപ എന്നുള്ള രീതിയിൽ. അണ്ണാച്ചി അവിടുത്തെ ഫ്രഷ് ഫിഷെല്ലാം നമ്മളെ കാണിച്ചു തന്നു. ഡെയിലി ഡാമിൽ നിന്ന് പിടിച്ചു കൊണ്ടുവരുന്ന മീനാണെന്നൊക്കെയാണ് പറയുന്നത്.
10 കഷ്ണം മീനിന് 100 രൂപ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. ഇത് സെയിമാ? സെയിമാ? ജസ്റ്റ് ഈ ഏരിയയിൽ നിറയെ ഇത്തരം മീൻ വറുത്ത് വിൽക്കുന്ന ധാരാളം കടകൾ ഞങ്ങൾ കണ്ടു. ഈ ഡാമിൽ നിന്ന് പിടിക്കുന്ന ഫിഷാണ് ഇവരിങ്ങനെ വിൽക്കുന്നത്. 2 സൈഡിൽ നിറയെ ഷോപ്പുകളൊക്കെ ഉണ്ട്. ഇത് ഡാമിൻ്റെനോട് ചേർന്നൊരു ഉദ്യാനമുണ്ട്. അങ്ങോട്ട് പബ്ലിക്കിന് പ്രവേശനമൊക്കെ ഉണ്ട്. ഭവാനി സാഗർ ഡാമിലേക്കുള്ള മെയിൻ എൻട്രൻസിനടുത്തൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 1948 ഈ ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ ആരംഭിച്ചത്. 1956 ഇത് കമ്മീഷൻ ചെയ്തു. ദിസ് ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് എർത്തേൺ ഡാംസ് ഓഫ് ദ വേൾഡ്. ഡാമിൻ്റെ സ്പിൽവേയുടെയൊക്കെ ഒരു ദൃശ്യം നമുക്കിപ്പോൾ ഈ റോഡ് സൈഡിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഭവാനി സാഗർ ഡാമിൻ്റെ സ്പിൽവേ തുറന്നിട്ടുണ്ട്. സമയം സൂര്യാസ്തമയത്തോടടുത്തുകൊണ്ടിരിക്കുകയാണ്. ഭവാനി സാഗർ ഭവാനി സാഗർ ഡാമാണ് കാണുന്നത്. ഇവിടെ നിന്ന് നമ്മൾ പോകുന്ന ബന്നാരിയമ്മൻ ടെമ്പിളിലേക്കാണ്. ബന്നാരിയമ്മൻ ടെമ്പിൾ. ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായൊരു ക്ഷേത്രമാണിത്, ബന്നാരിയമ്മൻ കോവിൽ. നമ്മുടെ കേരളത്തിലെ മണ്ണാർക്കാടുള്ള ദേവിയുടെ ശക്തി സ്വരൂപമാണ് ഇവിടെ ഉള്ളതെന്ന ഒരു വിശ്വാസമുണ്ട്. മെയിനായിട്ടും ഈ വനദേവതാ സങ്കല്പത്തിലുള്ള ഒരു ക്ഷേത്രം കൂടിയാണിത്. മൃഗങ്ങളുടെയൊക്കെ പേരിലൊക്കെ ഇവിടെ ധാരാളം പൂജയൊക്കെ നടത്തുന്ന ഒരു സ്ഥലമാണ്, വളർത്തു മൃഗങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. ഇവിടുത്തെ ഉത്സവം വളരെ പ്രശസ്തമാണ്. അതിൽ തീക്കനലിലൂടെ നടക്കുന്ന ഒരു ആചാരമൊക്കെ ഉണ്ട് ഇവിടെ. ആ സമയത്ത് വളരെയേറെ പേർ ഈ ഉത്സവത്തിന് പങ്കെടുക്കാൻ ലക്ഷക്കണക്കിന് പേരെത്തുന്ന ഒരു സ്ഥലം കൂടിയാണിത്. സത്യമംഗലം വനമേഖലയ്ക്ക് അടുത്താണ് ഈ ക്ഷേത്രം. വീരപ്പൻ്റെയൊക്കെ കുലദേവതയായിരുന്നു ബന്നാരിയമ്മൻ എന്ന് പറയുന്നു. സത്യമംഗലം വനമേഖലയിലൂടെയാണ് പോകുന്നത്. മൃഗങ്ങളെയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തൊട്ടു മുന്നിലായിട്ട് ഇതാ കണ്ടോ. Why
थोड़ा सा आराम किया थोड़ा पहले आराम नहीं करना है अंदर ഘാട്ട് റോഡൊക്കെ തുടങ്ങിയിട്ടുണ്ട്. 27 ഹെയർ പിൻ ബെൻസ് ഉണ്ട് ഇവിടെ. താഴെ അഗാധമായ കൊക്കയും എല്ലാമാണ്, വനപ്രദേശമാണ്. കുന്നും ചെരുവുകളും ഹെയർ പിൻ ബെൻസൊക്കെ ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. So thank you everybody for watching this video. See you in another episode with a new vlog. Thank you.